നമസ്കാരം. നേരവഴി വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഷൈൻ. പ്രധാന വാർത്തകൾ. കോടതിയിലെ പീഡനങ്ങൾക്കെതിരെ പ്രതികരിച്ച് മനുഷ്യാവകാശ ദിനം ആചരിച്ചു. പെഷവാറിലെ സ്കൂൾ കുട്ടികളെ കൂട്ടക്കൊല ചെയ്തതിൽ പ്രതിഷേധിച്ചു. തൃശൂരിലെ മാവോവാദി റെയ്ഡിൽ ജില്ലയിൽ ശക്തമായ പ്രതിഷേധം. വാർത്തകൾ വിശദമായി. കോടതികളുടെ പീഡനങ്ങൾക്കെതിരെ പ്രതികരിച്ച് മനുഷ്യാവകാശ ദിനം ആചരിച്ചു. 2014 ഡിസംബർ 10 ഹൈക്കോടതിയിലേക്ക് മാർച്ചും ധർണയും നടത്തിയാണ് പ്രതികരിച്ചത്. നേർവഴിയും ഗാന്ധി തീരവും സംയുക്തമായാണ് സമരം സംഘടിപ്പിച്ചത്. കോടതികൾ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ നൂറുകണക്കിന് പ്ലേക്കാർഡുകൾ കുടൽ ഉയർത്തി നടത്തിയ സമരം പുതുമയുള്ളതും ശ്രദ്ധേയവുമായി. നീണ്ടുപോകുന്ന കോടതി നടപടികൾ മൂലം രാജ്യത്ത് നിയമവാഴ്ച നഷ്ടപ്പെട്ടതായും കോടതി അഴിമതി വ്യാപകമായതോടെ ജനാധിപത്യത്തിന്റെ അടിത്തറയ്ക്ക് ഇളക്കം തട്ടിയതായും യോഗം കുറ്റപ്പെടുത്തി. പ്രശസ്ത കവി ബൾക്കീസ് ബാനു സമരം ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിധീരം ഡയറക്ടർ CK ബിജോയ് അധ്യക്ഷത വഹിച്ചു. അസീന മജീദ്, ജോസ് താടിക്കാരൻ, CB അശോക് കുമാർ, KS സജീവൻ, അഡ്വക്കേറ്റ് സോജൻ ചോക്, രാജൻ ഇയാനി, NS ഗോപാലൻ, TK നവീനചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. കണ്ണടച്ചുകൊണ്ട് ഇന്നും അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മദ്യം എന്ത് ചെയ്യണം, മദ്യത്തിന് നിലവാരം കൂട്ടണോ, നിലവാരം കുറയ്ക്കണോ, വിഷമായ ഈ മദ്യത്തിന് എന്ത് നിലവാരമാണുള്ളത്, വിഷമായ മദ്യം നിലവാരം കുറഞ്ഞോ എന്ന് തന്നെ ഇതിന്റെ നിലവാരം എങ്ങനെ കൂട്ടാം, എങ്ങനെ കുറയ്ക്കാം എന്നുള്ള ആലോചനക്കിടയിൽ നീറുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങളും മനുഷ്യാവകാശ ധ്വംസനങ്ങളും ഇവിടെ അരങ്ങേറുകയാണ്. ഇതൊന്നും കണ്ടില്ല എന്ന് നടിച്ച് നമ്മള് വളരെയധികം പ്രതീക്ഷയോടുകൂടി അവരെ പറഞ്ഞയക്കുന്നത് അവർ നമ്മളുടെ നീറുന്ന പ്രശ്നങ്ങളിലൊക്കെ ഇടപെടും. കോടതികളുണ്ട് ഇവിടെ, ജുഡീഷ്യറി ഉണ്ട് ഇവിടെ, ലെജിസ്ലേച്ചർ ഉണ്ട് ഇവിടെ. ഇതൊക്കെ തന്നെ നമ്മുടെ നിയമ സംവിധാനങ്ങൾ നല്ല വേണ്ടുന്ന വിധത്തിൽ നടപ്പിലാക്കാനാണ്. പക്ഷേ ഇന്ന് പ്രതീക്ഷയേറ്റുകൊണ്ടാണ് നമ്മളെല്ലാവരും ഈ കോടതി പരിസരത്ത് നിൽക്കുന്നത്. കോടതി ലക്ഷ്യം അവസാനിപ്പിക്കുക, കോടതി ലക്ഷ്യം അവസാനിപ്പിക്കുക, കോടതി ലക്ഷ്യം അവസാനിപ്പിക്കുക. ഡിസംബർ 10 സിന്ദാബാദ്, ഡിസംബർ 10 സിന്ദാബാദ്, ലോക മനുഷ്യാവകാശ ദിനം സിന്ദാബാദ്. ഇന്ത്യൻ ജനാധിപത്യത്തെ സാരവത്താക്കുവാനുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ് നമ്മുടെ പല സാംസ്കാരിക പ്രവർത്തകരും പല ഭാഷാ സ്നേഹികൾ എന്നറിയപ്പെട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആദരിക്കപ്പെടുന്ന ചില ബഹുമുഖ പ്രതിഭകളും ഇവരൊന്നും തന്നെ കോടതി ഭാഷ മലയാളമാക്കുക എന്നുള്ള ആവശ്യവുമായി മുന്നോട്ട് വരുന്നില്ലല്ലോ. അഖിലത്തിന്റെ കാലാവധി 1.5 വർഷം കഴിഞ്ഞാൽ കഴിയുകയാണ്. 3 വർഷ കാലാവധിയുള്ള ഒരു അഖിലിസ്റ്റിൽപ്പെട്ടവർ നിയമനം ലഭിക്കാതെ KSRTC പഠിച്ചതിനെതിരെ ഹൈക്കോടതിയിൽ പരാതി കൊടുത്ത് 1.5 വർഷം കഴിഞ്ഞിട്ടും അവരുടെ പരാതി സ്വീകരിക്കാനോ എന്തെങ്കിലും നടപടിയെടുക്കാനോ നമ്മുടെ ഹൈക്കോടതി ജഡ്ജിമാർ തയ്യാറായിട്ടില്ല. വക്കീല് വിചാരിച്ചിട്ട് എന്ത് കാര്യം? അവര് വിചാരിക്കണ്ടേ? ദൈവങ്ങളല്ലേ അവർ? ദൈവം വിചാരിക്കാതെ അവിടെ എന്ത് നടക്കും? പെഷവാറിൽ സ്കൂൾ കുട്ടികളെ കൂട്ടക്കൊല ചെയ്തതിൽ പ്രതിഷേധിച്ചു. തൃപ്രയാറിൽ നടന്ന പ്രതിഷേധ യോഗം പ്രശസ്ത ചിത്രകാരൻ അപ്പു വെന്നിക്കൽ ചിത്രം വരച്ച് ഉദ്ഘാടനം ചെയ്തു. നേർവഴിയും ഗാന്ധി തീരവും സ്നേഹം കൂട്ടായ്മയും സംയുക്തമായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. 5 നേരം അള്ളാഹുവിനെ വിളിച്ച് നിസ്കരിക്കുന്ന 200ഓളം വിദ്യാർത്ഥികളെ അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് വേട്ടയാടിക്കൊന്നവർ പിശാചിന്റെ സന്തതികളാണെന്നും അവരെ തീവ്രവാദികളെന്ന് വിളിച്ച് ബഹുമാനിക്കരുതെന്നും യോഗം അഭിപ്രായപ്പെട്ടു. കൊലപാതകത്തിൽ യോഗം കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. വത്സൻ പൊക്കാഞ്ചേരി അധ്യക്ഷത വഹിച്ചു. TK നവീനചന്ദ്രൻ, CK ബിജോയ്, ജോസ് താടിക്കാരൻ, CB അശോക് കുമാർ, രാജൻ ഇയാനി, റൌഫ് ചേറ്റുവ എന്നിവർ പ്രസംഗിച്ചു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ലോക മനസാക്ഷിയിൽ തന്നെ ഞെട്ടിച്ചുകൊണ്ട് നന്മയുടെ മതങ്ങളെ അതുഘോഷിക്കുന്ന സ്നേഹത്തിനെയും ധർമ്മത്തിനെയും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഏറ്റവും മ്ലേച്ഛമായ രീതിയിൽ എങ്ങനെ അത് മനുഷ്യ മനസ്സിന് മുറിവുകൾ ഉണ്ടാക്കാം എന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തമായി ഇന്നലെ പെഷവാറിൽ നൂറുകണക്കിന് കുട്ടികളെ ക്രൂരമായി വെടിവെച്ചു കൊന്ന ആ ഭീകരവാദികളോടുള്ള അമർഷവും ഒപ്പം തന്നെ ആ മക്കൾ നഷ്ടപ്പെട്ട പാകിസ്ഥാനിലായാലും എവിടെയായാലും ഈ ഏതം അമ്മമാരുടെയും രക്ഷിതാക്കളുടെയും കണ്ണീരിനൊപ്പം
ഈ നാട്ടിലെ ജനങ്ങളുടെ കണ്ണീരും അവരോടൊപ്പം അർപ്പിച്ചുകൊണ്ട് ഈ നന്മയുടെ കലാകാരന്മാർ നടത്തുന്ന കൂട്ടായ്മക്ക് എല്ലാവിധ പിന്തുണകളും അർപ്പിക്കേണ്ടതുണ്ട്. നമുക്ക് കരുതിയിരിക്കാതെ വയ്യ. നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ ഓർത്ത്, നമ്മളെ ഓർത്ത്, നമ്മുടെ ഭാവിയെ ഓർത്ത് നാം കരുതിയിരിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. മുത്തശ്ശിക്കഥകളിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. ലോകത്തെ നമ്മുടെ നന്മകളുടെ ലോകത്തേക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് ചെയ്യാൻ കഴിയുക ഇതിനൊക്കെ മനസ്സിൽ ഊട്ടിവെച്ചുകൊണ്ട് അതിനെതിരായി ചിന്തിക്കുന്ന നല്ല മനസ്സ് വളർത്തിയെടുക്കുക മാത്രമാണ്. ഭീകരതക്കെതിരായി നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയും: ലോകം നമ്മുടെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് അത് തിരിച്ചു പിടിക്കാതെ വയ്യ. നമ്മുടെ ജീവിതം ഇന്ന് നമ്മുടെ കൈകളിലേക്ക് തിരിച്ചു പിടിക്കാതെ വയ്യ. തൃശ്ശൂരിലെ മാവോവാദി റെയ്ഡിൽ ജില്ലയിൽ ശക്തമായ പ്രതിഷേധം. മാവോവാദി ആക്രമണത്തിൻ്റെ പേരിൽ മനുഷ്യാവകാശ പരിസ്ഥിതി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിലും മാധ്യമ സ്ഥാപനങ്ങളിൽ പോലും അർദ്ധരാത്രി റെയ്ഡ് നടത്തുന്നതിലും പ്രതിഷേധിച്ച് തൃപ്രയാറിൽ മനുഷ്യാവകാശ പ്രവർത്തകർ പ്രതിഷേധവും പ്രകടനവും നടത്തി. നേർവഴിയും ഗാന്ധി തെരുവുമാണ് സംഘാടകർ. പ്രതിഷേധ യോഗം മനുഷ്യാവകാശ പ്രവർത്തകനും എഴുത്തുകാരനുമായ രവീന്ദ്രൻ ചിയാരത്ത് ഉദ്ഘാടനം ചെയ്തു. ടി കെ നവീനചന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. സി കെ ബിജോയ്, എൻ സി വേണു, കെ ജി സുരേന്ദ്രൻ, പി സി അജയൻ, സി ബി അശോക് കുമാർ, ടി വി രാജു, കെ ബി രാഗേഷ്, റൌഫ് ചേറ്റുവ, രാജൻ ഇയാനി എന്നിവർ പ്രസംഗിച്ചു. അങ്ങനെയുള്ള ആളുകളെ ഒക്കെയാണ് രാജ്യദ്രോഹികൾ എന്ന് പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ അർത്ഥത്തിൽ നമ്മുടെ നിലവിലുള്ള വ്യവസ്ഥിതി അനുസരിച്ച്, നിയമക്രമം അനുസരിച്ച് രാജ്യദ്രോഹി എന്ന് പറയുന്നത് അറസ്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ ഇവിടെയുള്ള ഭൂരിഭാഗം രാഷ്ട്രീയ നേതാക്കന്മാരെയും ഭൂരിഭാഗം മന്ത്രിമാരെയും നമ്മൾ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അവരൊക്കെ കൽത്തുറങ്കിൽ കിടക്കേണ്ടി വരും. ഇവിടുത്തെ നമുക്കറിയാം 5 കോടി രൂപ ബാറുകൾ തുറക്കുന്നതിന് വേണ്ടി കൈക്കൂലി വാങ്ങിയ ഒരു മന്ത്രി ഇന്ന് നമ്മുടെ മന്ത്രിസഭയിൽ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ 2 കോൺഗ്രസ് മന്ത്രിമാർ കൂടി അവിടെ ഉണ്ടെന്ന് പറയുന്നു. ആ ബാർ മുതലാളി അതിന് പേര് വെളിപ്പെടുത്തിയിട്ടില്ല. എങ്കിൽ പോലും അത്തരത്തിലുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയെ വ്യതിചലിച്ചുകൊണ്ടിരിക്കുന്നത്. അവരാണ് ഇവിടുത്തെ യഥാർത്ഥ രാജ്യദ്രോഹികൾ. ആ രാജ്യദ്രോഹികളെ അറസ്റ്റ് ചെയ്യാതെ ഏതെങ്കിലും ഒരു ആശയത്തിന്റെ പേരിൽ മാവോ എന്ന് കേൾക്കുമ്പോൾ വിരൽ പിടിക്കുന്ന ഒരു സമൂഹം, ഒരു ഭരണവർഗം നമ്മുടെ നാട്ടിലുണ്ട്. ഇനിയിപ്പോൾ നരേന്ദ്രമോദിക്ക് തോന്നുകയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ കൂടി രാജ്യദ്രോഹികളാണ് എന്ന് തോന്നിയാൽ അദ്ദേഹം ഒരു നിയമം നടപ്പാക്കിയാൽ, പണ്ടിന്റെ ചെയ്തതുപോലെ മിസ എന്ന മെയിൻ്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട് പോലുള്ളൊരു നിയമം നടപ്പാക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി കമ്മ്യൂണിസ്റ്റ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളും നിരോധിക്കുകയും അതിന്റെ നേതാക്കന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും ചെയ്താൽ എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി? ഇതൊക്കെ സംഭവിക്കാം. അതുകൊണ്ടാണ് 1977 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അതൊക്കെ നമുക്കറിയാം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ അന്നത്തെ സർവോദയ നേതാവായിരുന്ന ജയപ്രകാശ് നാരായണനെയാണ് ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്, ജയിലിലടച്ചത്. അത് ഇന്ദിരാഗാന്ധിയുടെ അധികാരത്തിന് ചോദ്യം ചെയ്തുകൊണ്ടാണ്. അവിടെ എപ്പോഴും നമ്മുടെ നിലവിലുള്ള ഭരണകൂടത്തിന്റെ ചെയ്തികളെ, അവരുടെ ദുഷ്ചെയ്തികളെ ചോദ്യം ചെയ്യുന്നവരൊക്കെ അവർ രാജ്യദ്രോഹികളായി മുദ്ര. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.